വളരെ തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ആരും തടിക്കുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് പറയരുത്. ദിവസം ഒരു 2 ഗ്ലാസ് ഇത് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഏത് തടിക്കാത്ത ആളും തീർച്ചയായിട്ടും തടിക്കും. ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് വെയിറ്റ് ലോസ് ഡയറ്റാണ്, അല്ലെങ്കിൽ ശരീരഭാരം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളാണ് അത്തരം വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരം തടിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് എന്ത് കഴിച്ചിട്ടും വണ്ണം വെക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശരീരഭാരം കൂട്ടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല വീഡിയോ ആണ്. ഭക്ഷണം കഴിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾ തടിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ശരീരഭാരം കൂടുന്നില്ല എന്നതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് സയൻസിൻ്റെ സഹായത്തോടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ളൊരു വീഡിയോ തന്നെയാണ്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറക്കാതെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ദിസ് ഇസ് ബിവിൻ, യു വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. ശരീരഭാരം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരം തടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ചില ആളുകൾക്ക് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അവരുടെ വയറ് നിറയും. അങ്ങനെയുള്ളവർക്ക് വളരെ ഗുണപരമായിട്ടുള്ള ഒന്നാണ് മാസ് ഗെയിനർ ഷേക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാസ് ഗെയിനറാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മാസ് ഗെയിനർ ഉണ്ടാക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മാസ് ഗെയിനറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ബനാന എടുത്തിട്ടുണ്ട്. ഞാനത് സ്ലൈസായിട്ട് മുറിച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് ഓട്സ്, അതായത് ഏകദേശം ഒരു 50 ഗ്രാം ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ ഓട്സ് മസിൽ ബ്ലേസിൻ്റെ പ്രോബയോട്ടിക് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹണി എടുത്തിട്ടുണ്ട്. ഒരു 6 ബദാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. പീനട്ട് ബട്ടറും മസിൽ ബേസിൻ്റെ തന്നെ പീനട്ട് ബട്ടറാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 200 ml മിൽക്കും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മാസ് ഗെയിനർ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു മാസ് ഗെയിനർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഓട്സ് ആണ്. ഞാനിവിടെ എടുത്തത് 50 ഗ്രാം ഓട്സ് ആണ്. ഇതിൽ ഏകദേശം 194 കലോറി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 33 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. 8.5 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഫൈബറാണ്. 6 ഗ്രാം ഫൈബറും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന തരത്തിലുള്ളൊരു ഫുഡാണ്. അതുപോലെ തന്നെ ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഓട്സിൻ്റെ 10 ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓട്സ് കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ. അപ്പോൾ കാണാത്തൊരു ചാനൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഓട്സ് എടുത്ത് നമുക്ക് ജാറിലേക്ക് ഇടാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഏകദേശം നമ്മൾ 50 ഗ്രാം ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതലും മാസ് ഗെയിനർ ഷേക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി അധികം ഓട്സ് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും 50 ഗ്രാം ഓട്സ് ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ്. 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മസിൽ ബ്ലേസിൻ്റെ തന്നെ ഒരു പീനട്ട് ബട്ടറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു പീനട്ട് ബട്ടറാണ്. ഇതിൽ ഏകദേശം 27 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് ക്രീമി ഫ്ലേവറാണ്. ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ചോക്ലേറ്റിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ് ലഭിക്കുകയും ചെയ്യും. എൻ്റെ കയ്യിലുള്ളത് 750 ഗ്രാമിൻ്റെ ഒരു പീനട്ട് ബട്ടറാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ ഇതിൽ നല്ല രീതിയിൽ പ്രീമിയം ക്വാളിറ്റി വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ലഭിക്കുന്നത് പോക്കറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ്. ഇത് വരുന്നത് 750 ഗ്രാമാണ്. ഇതിന് വില വരുന്നത് വെറും 499 രൂപ മാത്രമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും വാങ്ങുന്ന സമയത്ത് കൂപ്പൺ കോഡായ ബിബി ഫിറ്റ്നസ് 30 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ ഈ പ്രൊഡക്റ്റ് ലഭിക്കുകയും ചെയ്യും. ഒക്ടോബർ 26 മുതൽ 28 വരെ മസിൽ ബ്ലേസിൻ്റെ ഫിറ്റ് ഫുഡ് സെയിൽ നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നല്ല ഡിസ്കൗണ്ടിൽ ലഭിക്കുകയും ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ജാറിലേക്ക് ഇടാം. ഓക്കെ, വളരെ കട്ടിയുള്ളൊരു പീനട്ട് ബട്ടറാണ്. സ്പൂണിൻ്റെ അതൊന്നും കൂടി വരുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇട്ടത് ഓട്സ് ആണ്. നമുക്കിനി എന്താണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് നോക്കാം. അടുത്തതായി ഞാൻ എടുക്കുന്നത് 5 ഡേറ്റ്സ് ആണ് എടുക്കുന്നത്. ഡേറ്റ്സിൽ ഏകദേശം 117 കലോറി വരുന്നുണ്ട്. അതുപോലെ തന്നെ 32 ഗ്രാം കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്. അതുപോലെ 3.3 ഗ്രാം ഫൈബർ വരുന്നുണ്ട്. പക്ഷേ അതിൽ പ്രോട്ടീൻ വരുന്നത് വളരെ കുറവാണ്. 1.2 ഗ്രാം പ്രോട്ടീൻ മാത്രമാണ് ഇതിൽ വരുന്നത്. ദിവസം ഒരു ഡേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക. എന്തായാലും നമുക്ക് ഈ ഡേറ്റ്സ് ജാറിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് എന്താണ് എടുക്കുന്നതെന്ന് നോക്കാം.
ഓക്കെ, നമ്മൾ ഈ ഡേറ്റ്സും ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്താണ് എടുക്കുന്നത് നോക്കാം. അടുത്തായി ഞാൻ എടുക്കുന്നത് ഒരു 8 ബദാമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരുപാട് ബദാം എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ബദാമിന് ക്യാഷ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൂടുതൽ ബദാം എടുക്കുക, അല്ലെങ്കിൽ ഒരു 8 എണ്ണം എടുത്താൽ മതി. നമ്മളെന്തായാലും ഇവിടെ ഒരു 8 ബദാമാണ് എടുത്തത്. നമുക്ക് എന്തായാലും ബദാമും ഇനി ജാറിലേക്ക് ഇടാം. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് 2 മീഡിയം സൈസ് ബനാനയാണ്. ബനാന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ളൊരു ഫുഡാണ്. ഇതിൽ ഏകദേശം 2 മീഡിയം സൈസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 220 കലോറി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 52 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ദിവസം ഒരു ബനാന കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്യുക. വളരെ വിശദീകരിച്ചിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. നമുക്ക് എന്തായാലും അടുത്ത ജാറിലേക്ക് ഈ ഒരു ബനാന ഇടാം. ഓക്കെ, അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് 1 കപ്പ് മിൽക്കാണ്. ഇത് ഏകദേശം 250 ml വരുന്നുണ്ട്. ഇതിൽ ഏകദേശം 150 കലോറി വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്, 11 ഗ്രാം കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തണുത്ത പാലെടുത്ത് കഴിഞ്ഞാൽ ഈ ഷേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ കുടിക്കുന്ന സമയത്ത് അനുഭവപ്പെടും. നമുക്ക് എന്തായാലും ഈ ഒരു മിൽക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ, ഷേക്ക് നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം പാലെടുക്കാം. ഞാൻ എന്തായാലും 250 ml ആണ് എടുത്തത്. ഓക്കെ, അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഹണിയാണ്. ഇതിൽ ഏകദേശം 64 കലോറി വരുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഹണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒറിജിനൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല ഹണി ബ്രാൻഡിലും വരുന്നത് മായം ചേർത്തിട്ടുള്ള ഹണിയാണ്. അപ്പോൾ ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹണി ഒഴിവാക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും 1 ടേബിൾ സ്പൂൺ ഹണി എടുക്കാം. ഓക്കെ, നമ്മൾ എല്ലാ സാധനങ്ങളും ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഷേക്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ജാറിലിട്ടിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് എന്തായാലും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. വളരെ തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിതിൽ പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബനാനയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. ഇനി ആരും തടിക്കുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് പറയരുത്. ദിവസം ഒരു 2 ഗ്ലാസ് ഇത് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഏത് തടിക്കാത്ത ആളും തീർച്ചയായിട്ടും തടിക്കും. അപ്പോൾ ഇത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഡ് മോർണിംഗ് ഏകദേശം ഒരു 10-11 മണിയാകുന്ന സമയത്ത് നിങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ പോസ്റ്റ് വർക്കൗട്ടിന് ശേഷം ഇത് കഴിക്കുക. ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ 2 തവണ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. ഇത് ഏകദേശം 1000 കലോറി വരുന്നുണ്ട്. ഓക്കെ, 2 സമയത്ത് നിങ്ങൾ കുടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഏകദേശം 2000 കലോറിയാണ് വരുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കിയത് മാസ് ഗെയിനർ ഷേക്കാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഏകദേശം 1000 കലോറി വരുന്നുണ്ട്. അതുപോലെ തന്നെ 30 ഗ്രാം കൂടുതൽ പ്രോട്ടീൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മാസ് ഗെയിനർ ഷേക്ക് തന്നെയാണിത്. തടി കൂട്ടാൻ വേണ്ടി പല വഴികളും നോക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാരം കൂട്ടാൻ ശ്രമിക്കുന്നവർക്കെല്ലാം വളരെ നല്ലൊരു മാസ് ഗെയിനർ ഷേക്ക് തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി വിപിൻ signing off.